90% പേർക്കും അറിയാത്തതും എന്നാൽ കൗതുകകരവുമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. പുരാതന മനുഷ്യർ കഴിച്ചിരുന്ന വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കാരണം നിങ്ങളുടെ ഓരോ റെസ്പോൺസും വാല്യുബിൾ ആണ്. ഇതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഗരം ഫിഷ് സോസ് ആണ്. ഇത് പുരാതന റോമിലുണ്ടായിരുന്ന ഒരു വിഭവമാണ്. മീനിന്റെ കുടല് അതുപോലെ മറ്റു ഭാഗങ്ങളൊക്കെ ആഴ്ചകളോളവും ചിലപ്പോൾ മാസങ്ങളോളവും വെയിലത്ത് വെച്ച് ഫെർമെന്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്രയും രൂക്ഷമായ ഗന്ധമായിരുന്നിട്ട് കൂടിയും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തല്ലേ, ഒരുപാട് ഭക്ഷണങ്ങളുടെ കൂടെ അവർ ഇത് ചേർത്താ കഴിച്ചിരുന്നത് എന്നാ പറയുന്നത്. നമുക്കിനി നമ്പർ 2 എന്താണെന്ന് നോക്കാം. കുറച്ച് വിയേർഡാണ്. ഫംഗസ് ബ്രെഡ്. അതായത് ചില പുരാതന സംസ്കാരത്തിൽപ്പെട്ട അടങ്ങിയ ബ്രെഡ് കഴിക്കുമായിരുന്നു. അതിലടങ്ങിയിരുന്ന എർഗോട്ട് എന്ന് പറയുന്ന ധാന്യങ്ങളിൽ വളരുന്ന ഒരു ഫംഗസ് ഹാലൂസിനേഷന് വരെ കാരണമായിട്ടുണ്ടത്ര. എന്തായാലും ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് അവർക്ക് പുതിയൊരു ബ്രെഡ് ഉണ്ടായി കഴിച്ചപ്പോൾ ഇല്ലാത്ത പണി വരുത്തി വെക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ഇനി അതിനെ കുറിച്ച് ടെൻഷൻ ആവാതെ നമുക്ക് നമ്പർ 3 പോകാം. ബിറീഡ് മീറ്റ്. പുരാതന ആർട്ടിക് കമ്മ്യൂണിറ്റീസ് പലപ്പോഴും മൃഗങ്ങളുടെ ഇറച്ചി കഴിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ കുഴിച്ചിടാറുണ്ടായിരുന്നു. വളരെ രൂക്ഷഗന്ധമാണ് എങ്കിൽ കൂടിയും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ രീതിയിൽ ഫുഡ് ശേഖരിച്ചു വെക്കാൻ ഇതവരെ സഹായിച്ചു. ആക്ച്വലി ഇതൊരു നല്ല കാര്യമാണെങ്കിലും മാസങ്ങൾക്ക് ശേഷം ഭൂമിക്കടിയിൽ നിന്നും പുറത്തെടുത്ത ആ ഇറച്ചിയുടെ കാര്യം നോക്കുമ്പോൾ ചെറിയൊരു വിഷമം ഇല്ലാതില്ല. പിന്നെ ഈ രീതിയിലൊക്കെ ആണല്ലോ മനുഷ്യർ ജീവിച്ച് വന്നത് എന്നുകൂടി നമ്മൾ ഒന്ന് ഓർത്ത് പോകും. ഇനി നമ്പർ 4 നോക്കാം. ബ്ലഡ് സോസേജ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഭക്ഷണ സാധനമാണ് ബ്ലഡ് സോസേജ്. ഈ മൃഗങ്ങളുടെ രക്തത്തിന്റെ കൂടെ അധികം ഫാറ്റും ധാന്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഒരു സോസേജ് ഉണ്ടാക്കിയിരുന്നത്. അതായത് അന്ന് രക്തം പോലും വെറുതെ കളഞ്ഞിരുന്നില്ല. രക്തം കൊണ്ടുപോലും ആഹാരം ഉണ്ടാക്കിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ ആളുകളുടെ കഷ്ടപ്പാട്. എന്നിരുന്നാലും ഇത് സ്വല്പം വിയേർഡ് തന്നെയാണ്. എന്തായാലും നമുക്ക് നമ്പർ 5 പോകാം. സെഞ്ചുറി എഗ്സ്. പുരാതന ചൈനയിലെ ചില ഭാഗങ്ങളില് കളിമണ്ണ്, ചാരം പിന്നെ മറ്റു ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു മിശ്രിതത്തില് മുട്ട പൊതിഞ്ഞ് ആഴ്ചകൾ തൊട്ട് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുമായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ വളരെ ശക്തിയായ ഗന്ധമുള്ള സെഞ്ചുറി എഗ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി. അതായത് ശരിക്കും 100 വർഷം സൂക്ഷിച്ചു വെക്കാതെ തന്നെ ആ ഒരു മുട്ടയ്ക്ക് ആ ഒരു സ്മെല്ലും ടെക്സ്ചറും ഒക്കെ കിട്ടുന്നു. പുരാതന മനുഷ്യർ കഴിച്ചിരുന്ന 5 പ്രത്യേകതരം ഭക്ഷണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.